ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം ആണ് വിചാരം ചെയ്തു വരുന്നത്. ആത്മാവിനെ നമുക്ക് വ്യക്തമായി വിവരിച്ചു തരുന്ന 100 ശ്ലോകങ്ങളടങ്ങിയ ഗംഭീരമായ കൃതി ആത്മോപദേശ ശതകം. ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശം ആത്മോപദേശം. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായി ഇതിനു മുമ്പ് നമ്മൾ കേട്ടു. ആത്മാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ, എന്നിലും നിങ്ങളിലും എല്ലാം ഉള്ള ആ ബോധം, അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതിനെ അറിയലാണ് ആത്മജ്ഞാനം. ആത്മാവിനെ അറിയാന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ഞാൻ എന്നെ അറിയുക. എനിക്ക് എന്നെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്നെ അറിഞ്ഞാൽ എന്താ ലാഭം? ആത്മാവിനെ അറിഞ്ഞാൽ എന്താ ലാഭം എന്നാണെങ്കിൽ, എനിക്ക് ഞാനായി ജീവിക്കാം, അതാണ് ലാഭം. ഇവിടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഞാനായി ജീവിക്കാൻ. പക്ഷെ ഇപ്പം പലപ്പോഴും അങ്ങനെയല്ല. പലരും ചോദിക്കും, ഇപ്പം പിന്നെ എങ്ങനെയാണ് ജീവിക്കണത്? ഇപ്പം ഞാൻ പലതുമായി ജീവിക്കുകയാണ്. മറ്റു പലർക്കും വേണ്ടി കൃത്രിമമായി പല വേഷവും കെട്ടി നമ്മൾ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഭയമാണ് എപ്പോഴും, അസ്വസ്ഥമാണ് എപ്പോഴും. നേരെ മറിച്ച് ഞാനായിട്ട് ജീവിക്കുമ്പോഴോ ശാന്തമായിട്ട് ജീവിക്കാൻ സാധിക്കും. ആത്മജ്ഞാനം കൊണ്ട് എന്താ ലാഭം എന്ന് ചോദിച്ചാൽ, സ്വസ്ഥമായിട്ട് കഴിയാം, ശാന്തമായിട്ട് കഴിയാം. ജീവിതത്തെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സ്വാതന്ത്ര്യവും ഉള്ളതാക്കി തീർക്കാൻ സാധിക്കും ഈ ആത്മജ്ഞാനം കൊണ്ട്. അതിനുവേണ്ടി ഗുരുദേവൻ അനവധി ശ്ലോകങ്ങൾ, 100 ശ്ലോകങ്ങളിലൂടെ ഈ ആത്മതത്വം ഉപദേശിക്കുന്നു. അതിലെ 18 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് 19, 20, 2 ശ്ലോകങ്ങളാണ്. അതിലെ 19ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടെന്നടിയിടുമാദിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവമനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമോ. അടിമുടി അറ്റം. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് നമ്മളൊന്ന് കണ്ണു തുറന്നാൽ പല വസ്തുക്കളും കാണുന്നുണ്ട്. എത്ര വസ്തുക്കളാണ്. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇങ്ങനെ പലതിനും നമ്മൾ കാണുന്നു. പുസ്തകമുണ്ട്, പേനയുണ്ട്, മേശയുണ്ട്, കസാരയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, തീർന്നില്ല, അനവധി. ഇങ്ങനെ എണ്ണി പോയാൽ തീരില്ല. ആയുസ് കഴിയും, കുറെ ക്ലേശിക്കാം എന്നല്ലാതെ എണ്ണി തീരില്ല. ഇങ്ങനെ പല വസ്തുക്കളെയും നമ്മൾ കണ്ട്, അതിൻ്റെയൊക്കെ അറ്റം ഇതാണ്, ഇതിൻ്റെയൊക്കെ തുടക്കം ഇതാണ്. പുസ്തകം എടുത്താൽ പുസ്തകത്തിൻ്റെ മുകൾ ഭാഗം, അതിൻ്റെ കീഴ്ഭാഗം, അതിൻ്റെ നടുഭാഗം, ഇങ്ങനെ ഓരോന്നിനും നമ്മൾ ഇന്നതാണ് അതിൻ്റെ അറ്റം, ഇന്നതാണ് അതിൻ്റെ മുകൾ ഭാഗം, ഇങ്ങനെയൊക്കെ എല്ലാ വസ്തുക്കളെയും വേർതിരിച്ച് നമ്മൾ അറിയാണ്. കാരണം അടിയിടും എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയുക, അല്ലെങ്കിൽ അടികൂടുക, തർക്കിക്കുക. ഇന്നതാണ് ശരി, ഇന്നതാണ് ശരി, എൻ്റെ വാദമാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി. ഇവിടെ സത്യമായിട്ടുള്ളത് ശരീരമാണ് എന്നൊരു കൂട്ടർ, മറ്റു ചിലർ പറയണു അല്ല, ശരീരമല്ല, ശരീരം നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്, ഇപ്പം സത്യമായിട്ടുള്ളത് ജീവനാണ് എന്ന് മറ്റൊരു കൂട്ടർ. ഇവിടെ ഗുരുദേവൻ പറയാണ്, വാസ്തവം പറഞ്ഞാൽ ഈ ശരീരത്തിനും ജീവനും ഉണ്മ കൊടുക്കുന്നത് ആ ആദിമസത്തയാണ്, ആ ബോധമാണ്. അതിനെയാണ് ആദിമസത്ത എന്നിവിടെ പറഞ്ഞത്. ആദിമസത്ത എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് പറയും, സദേവ സൗമ്യ ഇതമഗ്ര ആസീത്. സത് ഏവ, അല്ലയോ ശിഷ്യ, ആ ഉണ്ടതെന്ന് അനുഭവിക്കുന്ന ആ ബോധം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ബോധമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പൊന്തി മറയുന്നതാണ് ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം. വാസ്തവത്തിലുള്ളത് ആ ആദിമസത്ത, ആ ബോധം. അതിൽ ജഡവസ്തുക്കളെ ആരോപിച്ച് അതിനെ തന്നെ വേർതിരിക്കുകയാണ്.
അതിൻ്റെ അറ്റം ഇതാണ്, മുകൾ ഭാഗം ഇത്, നടുഭാഗം ഇത്, കീഴ്ഭാഗം, ഇങ്ങനെ അതിനെ വേർതിരിച്ച് നമ്മൾ കാണുന്നു. വാസ്തവത്തിൽ ജലം മാത്രമല്ലേ ഉള്ളൂ. ആ ജലത്തെ നമ്മൾ കടലായിട്ട് കണക്കാക്കുന്നു. ജലമില്ലാതെ കടലുണ്ടോ? ഇല്ല. ആ കടലിൽ നമുക്ക് ആ ജലത്തെ തന്നെ കടലായിട്ട് കണ്ടു, ആ കടലിൽ തിരമാല കണ്ടു. അപ്പൊ പൊന്തിയ സമയത്ത് തിരമാല എന്ന് പേരിട്ടു. അതൊരു നാമരൂപവും അല്ലേ? ആ നാമരൂപവും മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളത് ജലം. ജലം മാത്രമേ അവിടെ ഉള്ളൂ. ആ തിരമാല എന്നുള്ളതൊരു പേര്. തൽക്കാലം വന്നു പോണതാണ് തിരമാല. എല്ലാ കാലവും ഉണ്ടാവുമോ തിരമാല? ഇല്ല. എപ്പോഴും ഉള്ളത് ജലം, തൽക്കാലം പൊന്തി മറയുന്നത് തിരമാല. ഇതുപോലെ എപ്പോഴും ഉള്ളത് ഇവിടെ ആ ഉണ്മ, ആ ബോധം, അത് തൽക്കാലം പൊന്തി മറയുന്നതാണ് ഈ കാണുന്നതൊക്കെ. എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം തൽക്കാലം വന്നു പൊന്തി മറഞ്ഞു പോയി. വാസ്തവത്തിലുള്ളത് ബോധം മാത്രം, ബ്രഹ്മം മാത്രം. വടിവിനെ വിട്ട് തരംഗം അന്യമാമോ. വടിവ് എന്ന് പറഞ്ഞാൽ രൂപം. ജലത്തിൻ വടിവിനെ വിട്ട്, ജലത്തിന്റെ സ്വരൂപത്തെ വിട്ട് തരംഗം അന്യമാമോ. തിരമാലയ്ക്ക് സ്വന്തമായൊരു നിലനിൽപ്പുണ്ടോ? ജലം ഇല്ലെങ്കിൽ തിരമാല ഉണ്ടോ? ഇല്ല. അപ്പൊ തിരമാല എന്താണോ വാസ്തവത്തിൽ? ജലം തന്നെയാണ്. അപ്പൊ ഇവിടെ കാണുന്ന വസ്തുക്കളൊക്കെ ബോധമുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ കാണുന്ന വസ്തുക്കളൊക്കെ ബോധം തന്നെ. ആ ബോധത്തിൽ പൊന്തി മറിയുന്നതാണ് ഈ കാണുന്ന രൂപങ്ങളൊക്കെ. അതൊക്കെ തൽക്കാലം വന്നു പോകുന്നതാണ്. അതിനെ താൽക്കാലിക ഭ്രമം എന്ന് വിളിക്കാം. താൽക്കാലിക ഭ്രമം, തൽക്കാലം ഉള്ളതുപോലെ തോന്നി, അത് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും ചെയ്യും എന്നുള്ളതല്ല. തൽക്കാലം വന്നു പോയി, അത്രയേ ഉള്ളൂ. ഏതുപോലെ ചോദിച്ചാൽ തിരമാല പോലെ, ജലത്തിൽ തരംഗം പോലെ. തൽക്കാലം വന്നു, കുറച്ചു നേരത്തേക്ക് കണ്ടു, അത് പോയി. ഇതുപോലെ ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഉണ്ടായി നിലനിന്ന് നശിക്കും. കുറച്ചു നേരം കണ്ടു, നമ്മൾ എണ്ണാൻ പുറപ്പെടുമ്പോഴേക്കും, അതിനൊന്നും നിരൂപിക്കാൻ, അപഗ്രഥിക്കാൻ പോകുമ്പോഴേക്കും കാണാതെയാവും. അതാണ് ലോകത്തിന്റെ അവസ്ഥ. അതിനെയാണ് ലോകം എന്ന് വിളിക്കുന്നത്. ഈ ലോകത്തിന് ഉണ്മ കൊടുക്കണതോ അത് ഈ ആദിമസത്തയാണ്, ഈ ബോധമാണ്. ഈ ബോധത്തെ വിട്ട് പ്രപഞ്ചത്തിന് ഒരു ഉണ്മയില്ല. അതാണ് ഈ ശ്ലോകത്തിൽ ബോധിപ്പിക്കുന്നത്. ഏതുപോലെ ചോദിച്ചാൽ സ്വർണത്തെ വിട്ടിട്ട് ആഭരണങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? സ്വർണ്ണാഭരണങ്ങൾക്ക് സ്വർണത്തെ വിട്ടിട്ട് നിലനിൽപ്പുണ്ടോ? ഇല്ല. നമ്മളതിനെ മാല, വള എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. ജ്വല്ലറി പോയിട്ട് വാങ്ങുന്ന സമയത്ത് 4 വള 2 മാല എന്നൊക്കെ നമ്മൾ പറയും. ശരിയാണ്. നമ്മൾ അപ്പം രൂപത്തെയും നാമത്തെയും കാണുകയാണ്. നാമരൂപങ്ങൾ കണ്ട് നമ്മൾ ഭ്രമിച്ചിട്ടാണ് അങ്ങനെ പറയണത്. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചു, അലമാറിയിൽ വെച്ച് പൂട്ടി. അന്ന് രാത്രി കക്കാൻ വരുന്ന കള്ളന് മാല വേറെ, വള വേറെ, ഇങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടോ? ഇല്ല. അയാൾക്കൊരൊറ്റ ദൃഷ്ടിയേ ഉള്ളൂ, സ്വർണം. സ്വർണം മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ. നാമത്തെയും കാണുന്നില്ല, രൂപത്തെയും കാണുന്നില്ല, സ്വർണം മാത്രം. ഇതുപോലെ ആവണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധി വരണം. ഈ കാണുന്ന വസ്തുക്കളൊക്കെ അതിൻ്റെ നാമത്തെയും രൂപത്തെയും എണ്ണാൻ പോണ്ട, ഉള്ളത് ആ വസ്തു മാത്രം. വികാരോ നാമധേയം. ഛാന്തോക്യത്തില് ഉദ്ദാലകൻ തൻ്റെ പുത്രനായ ശ്വേതകേതുവിനെ ഉപദേശിക്കുന്നുണ്ട്. പുത്ര, ഉണ്ണി, നോക്കൂ, നീ ഇത് മനസ്സിലാക്കൂ. ഇത് വികാരോ നാമധേയം. ഈ രൂപം, അതിനൊരു വികാരം, രൂപം, അതിനൊരു പേര്, അത്രയേ ഉള്ളൂ. അതിന് നീ ഭ്രമിക്കണ്ട, അത് നീ കണക്കാക്കാൻ തന്നെ പോകണ്ട. അങ്ങനെ കണക്കാക്കിയാൽ ഓടേണ്ടി വരും, ക്ലേശിക്കേണ്ടി വരും. അത് വിട്ടേക്കൂ. മൃത്തികേത്യവ സത്യം. ഇവിടെ മൺപാത്രങ്ങൾ പലതും കാണുന്നുണ്ടെങ്കിലും സത്യമായിട്ടുള്ളത് എന്താണ്? മണ്ണാണ് സത്യം. ഓടുകൊണ്ട് പലതും ഉണ്ടാക്കാം. ഉരുളി ഉണ്ടാക്കാം, വിളക്കുണ്ടാക്കാം, ചെപ്പോട ഉണ്ടാക്കാം. പക്ഷെ വാസ്തവത്തിലുള്ളത് എന്താണ്? ഉള്ളത് ഓട് മാത്രം. ആ ഓടിനെ കൊണ്ട്, ആ ഉള്ള ഓടെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഒരു പ്രത്യേക രൂപത്തിലാക്കിയപ്പോൾ അതിന് വിളക്കെന്ന് പേരിട്ടു. അത്രയേ ഉള്ളൂ. നമ്മളിട്ട പേരാണ് വിളക്കെന്ന്. വിളക്കായപ്പോഴും അവിടെ ഓടുണ്ടല്ലോ, ഉണ്ട്. ഓടിന് മാറ്റം വന്നോ? ഇല്ല. ഓട് അവിടെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. ലേശം പോലും മാറിയിട്ടില്ല. രൂപത്തിന് മാറ്റം വന്നെന്ന് പറയാം, അതിനൊരു പേര് മാറി. ഇപ്പം മാറുന്നത് നാമരൂപങ്ങൾ മാത്രമാണ്, വസ്തുവിന് മാറ്റമില്ല. ഇപ്പം ഇവിടെ കാണുന്ന വസ്തുക്കളൊക്കെ മാറുന്നുണ്ടാവാം, പക്ഷെ അതിൻ്റെ സത്തയ്ക്ക്, അതിന് മാറ്റമില്ല. നാമവും രൂപവും മാറുന്നു, അത്രയേ ഉള്ളൂ. അതിനനുസരിച്ച് രൂപം മാറുമ്പം പേര് മാറും. ഓടെടുത്തിട്ട് അതിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി, വായ വലുതും വയറ് ചെറുതും, അത് നമ്മുടെ പേരിട്ടു, ഉരുളി എന്ന് പേരിട്ടു.
അത്രയേ ഉള്ളൂ. ആ ഓടനെ എടുത്തിട്ട് അത് ഉരുക്കി അത് വീണ്ടും ആ ഓടെടുത്തിട്ട് വേറൊരു പാത്രം, എങ്ങനെയത്, അത് വായ ചെറുത് വയറ് വലുത്, അതിന് നമ്മൾ പേരിട്ടു എന്ത്, ചെപ്പുവടം. അപ്പോൾ സംഗതിയൊക്കെ ഒന്ന് തന്നെയാണ്. ചെപ്പുവടം എന്ന് വിളിക്കുന്നതും ഉരുളിന്ന് വിളിച്ചതൊക്കെ ഒരേ വസ്തുവിനെയാണ്, ഒരേ ഓടിനെ. അപ്പം മാറുന്നത് നാമവും രൂപവുമാണ്, വസ്തുവിന് മാറ്റമില്ല. ആ ഓടിനെ വിട്ടിട്ട് ഉരുളിക്കൊരു നിലനിൽപ്പുണ്ടോ? ഇല്ല. ഓടുണ്ടെങ്കിലേ ഉരുളിയുള്ളൂ. ഇതുപോലെ ബോധമുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. പ്രപഞ്ചമില്ലെങ്കിലും ബോധമുണ്ട്. ആണ് ജലത്തിൻ വടിവിനെ വിട്ട് തരംഗമന്യമാമോ. ജലത്തിൻ്റെ രൂപത്തെ വിട്ട് തരംഗത്തിന്, തിരമാലയ്ക്ക് എന്ത് നിലനിൽപ്പാണുള്ളത്? ഈ തിരമാല ജലത്തിൽ പൊന്തി മറിയണതാണ്, ജലം തന്നെയാണ്. തിരമാല ഒന്ന് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, തിരമാല എന്നുള്ളത് ജലം തന്നെയാണ്. നമ്മളതിന് തിരമാല എന്ന് പേരിട്ട് വിളിച്ചു, അതിന് ഭ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഭ്രമിക്കുകയാണ്. ഭ്രമിക്കേണ്ട, ഇതെല്ലാം ആ ബ്രഹ്മം, ബോധം എന്ന് ഉറപ്പിക്കൂ എന്ന് ഗുരുദേവൻ. ഇനി 20-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകരുരപ്പതു സർവമോഹഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ഇവിടെ ഗുരുദേവൻ തറപ്പിച്ച് പറയാണ്, സംശയമില്ലാതെ പറയാണ്, ഉലകിന് വേറൊരു സത്തയില്ല. ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് ഈ ആദിമസത്തയെ വിട്ട്, ഈ ആത്മാവിൽ നിന്ന് വിട്ട് വേറൊരു സത്ത ഇല്ല, വേറൊരു ഉണ്മ ഇല്ല. ആത്മവസ്തുവിനെ വിട്ട് പ്രപഞ്ചത്തിന് വേറൊരു ഉണ്മയില്ല. ബോധവസ്തുവിൽ നിന്ന് ഭിന്നമായി ഇവിടെ ഒരു ജഗത്ത് ഇല്ലേ ഇല്ല എന്ന് സംശയം ഇല്ലാതെ തറപ്പിച്ച് പറയണു ഇവിടെ ഗുരുദേവൻ. അപ്പോൾ ഒരു ചോദ്യം, ഇവിടെ ബോധത്തെ വിട്ട് പ്രപഞ്ചത്തിന് നിലനിൽപ്പുണ്ട് എന്ന് പലരും പറയുന്നുണ്ടല്ലോ, ഭൗതികവാദികൾ പലരും പറയുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അതിന് ഗുരുദേവന്റെ ഉത്തരം, ഉണ്ടെങ്കിൽ അതിന് വിഡ്ഢിത്തം എന്ന് പറയാമെന്നാണ്. അത് ഊഹഹീനം, അതിനൊരു യുക്തിയുമില്ല. സ്വപ്നത്തെ പോലെ, സ്വപ്നം പോലെ. സ്വപ്നം കണ്ടു, അതിന് യുക്തി ഉണ്ടോ? എന്തിനു സ്വപ്നം കണ്ടു? എന്താ പറയുക, ഒന്നും പറയാനില്ല, ഉണരുക, അത്രേ ചെയ്യാനുള്ളൂ. ഒരു കഥ ഉണ്ട്, രസമായിട്ടുള്ളൊരു കഥ ഉണ്ട്. പണ്ടൊരു ഗുരുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട്, 3 പേരാ ശിഷ്യന്മാർ, രാവിലെ എണീറ്റ ഉടനെ തൻ്റെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ അതൊന്ന് എനിക്ക് അപഗ്രഥിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ 1-ാമത്തെ ശിഷ്യൻ പറഞ്ഞു, ഗുരുനാഥ, അങ്ങേക്ക് പല്ല് തേക്കാനായിട്ട് പൽപ്പൊടി നേരെയാക്കി വെച്ചിട്ടുണ്ട്, ചെന്ന് പല്ല് തേച്ചോളൂ എന്ന് പറഞ്ഞു. ഗുരുനാഥൻ ചെന്നു പല്ലൊക്കെ തേച്ചു. 2-ാമത്തെ ശിഷ്യനെ കണ്ടു, അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ എനിക്കതൊന്ന് അപഗ്രഥിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ 2-ാമത്തെ ശിഷ്യൻ പറഞ്ഞു, ഗുരുനാഥ, ചൂടുവെള്ളം തയ്യാറായിട്ടുണ്ട്, അങ്ങ് പോയി കുളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുളി കഴിഞ്ഞു. 3-ാമത്തെ ശിഷ്യനെ കണ്ടു. ഗുരുനാഥൻ പറഞ്ഞു, നോക്കൂ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ ഒന്നൊന്ന് എനിക്ക് അത് അപഗ്രഥിച്ച് തരണം എന്ന് പറഞ്ഞു. ഈ 3-ാമത്തെ ശിഷ്യൻ പറഞ്ഞു, കാപ്പി ശരിയായിട്ടുണ്ട്, അവിടെ ഇഡ്ഡലി വെച്ചിട്ടുണ്ട്, അങ്ങ് പോയി കഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, നിങ്ങളെന്താ എനിക്ക് ഈ സ്വപ്നത്തെ പറ്റി നിങ്ങൾ ആരും അപഗ്രഥിച്ച് തരാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ 3 പേരും കൂടി ഒരുമിച്ച് ചോദിച്ചു, ഗുരുനാഥ, അത് സ്വപ്നമല്ലേ? എന്താണ് അത്? സ്വപ്നമല്ലേ? അത് അപഗ്രഥിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലാത്തതല്ലേ? ഇല്ലാത്തതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ്. അത് കേട്ട ഗുരുനാഥൻ സന്തോഷിച്ചു എന്നാണ്. ഗുരുനാഥൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ സ്വപ്നത്തെ അപഗ്രഥിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കും എന്നാണ്. ഈ ആശ്രമത്തിൽ നിന്ന് പറഞ്ഞു വിടും, കാരണം അത്രയ്ക്കും വിഡ്ഢിത്താണ്. അപ്പോൾ സ്വപ്നത്തെ അപഗ്രഥിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇല്ലാത്തൊന്നിനെ എന്തിനെ അപഗ്രഥിക്കണം? ഇല്ലാത്തൊന്നിനെക്കുറിച്ച് എന്തിന് പഠിക്കണം? ഇല്ലാത്തൊന്നെന്തിന് വിസ്തരിക്കണം? അതിന് ഒരു യുക്തിയില്ല. സ്വപ്നം കണ്ടതിന് എന്താ യുക്തി? ഒരു യുക്തിയില്ല. അത് അന്വേഷിക്കാം, പക്ഷെ ഒരിക്കലും കിട്ടില്ല. ആയുസ് നഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. ക്ലേശിക്കാം, അതല്ലാണ്ട് എന്ത് നേട്ടം? ഒരു നേട്ടവുമില്ല. അപ്പോൾ സ്വപ്നം എന്നുള്ളത് അത് വെറും തോന്നൽ. ഉള്ളത് സ്വപ്നം കണ്ട ഞാൻ, അതുള്ളതാ, ബോധം മാത്രം. സ്വപ്നം കണ്ട ഞാൻ ഉള്ളതാണ്, ബോധം അതുള്ളതാണ്.
ആ കണ്ടതൊക്കെയോ അതൊക്കെ ഊഹഹീനം, അതിനൊന്നും യുക്തിയില്ല. എങ്ങനെ കണ്ടു ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? അതിന് ഉത്തരമില്ല. കണ്ടുപിടിക്കാനായിട്ട് പുറപ്പെട്ടാലോ എവിടെ എത്തൂല്ല. അതൊരു ഭ്രമം, ഒരു തോന്നല് മാത്രം. പുറമെ അന്വേഷിച്ചുകൊണ്ടൊന്നും അതിന് ഉത്തരം കിട്ടില്ല. പിന്നെ എന്താ വഴി ചോദിച്ചാൽ ഉണരുക, ഉറക്കത്തൊന്നും ഉണരുക. ഉണർന്നു കഴിഞ്ഞാലോ അത് സ്വപ്നമാണെന്ന് തിരിച്ചറിയും. അതല്ലാണ്ട് വേറെ വഴിയില്ല. ഗുരുദേവൻ പറയാണ് സത്യം കണ്ടു ഉണരൂ എന്നാണ്. സത്യം കണ്ടു ഉണരുക, അതല്ലാണ്ട് വേറെ വഴി ഇതിനില്ല. ഈ പ്രപഞ്ചത്തിൽ ഭ്രമിച്ച് വിഷമിക്കുന്നത് ഇല്ലാതെ ആവണമെങ്കിൽ എന്തേ വഴിയുള്ളൂ? ഉണരുക. ഈ സത്യം മനസ്സിലാക്കി ഉണരൂ. ജലനുവിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ എന്നാണ്. ഈ പ്രപഞ്ചം ഉള്ളതാണ് എന്ന് തോന്നിയാലും ആർക്ക്? ജളന്. ജളൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി ആണ്, അജ്ഞാനി എന്നർത്ഥം. അറിവില്ലാത്തവന്റെ കണ്ണിൽ ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് തോന്നിയേക്കാം. അയാൾക്ക് തോന്നി എന്ന് പറഞ്ഞിട്ട് ഇതുള്ളതാവാൻ പറ്റുമോ? അതാണ്. ഇപ്പൊ എനിക്ക് തോന്നി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാവാൻ സാധിക്കുമോ? സാധിക്കില്ല. പലർക്കും പലതായിട്ട് തോന്നാം. സന്ധ്യാസമയത്ത് അരണ്ട വെളിച്ചത്തിൽ കയറ് കണ്ടു. ചിലർക്കത് പാമ്പായിട്ട് തോന്നാം. പാമ്പെന്ന് തോന്നിക്കഴിഞ്ഞാൽ പേടിയായി, അത് ചീറ്റേണ്ടതായിട്ടും കൊത്താൻ വരുന്നതായിട്ടൊക്കെ തോന്നിന്ന് വരും. ചിലർക്ക് ജലധാരയായിട്ട് തോന്നിന്ന് വരും. നമുക്ക് ഒരേ വസ്തുവിനെയാണ്, ഒരേ ഒരു കയറിനെ ഒരാൾ നോക്കി കാണുന്നു പാമ്പായിട്ട്, അയാൾക്ക് പാമ്പായിട്ടാണ് തോന്നിയത്. വേറൊരാൾ നോക്കിയപ്പോഴോ അയാൾക്കത് ജലധാരയായിട്ട് തോന്നി. വേറൊരാൾ നോക്കിയപ്പോഴോ അത് വടിയായിട്ട് തോന്നി. അപ്പൊ ഒരേ വസ്തുവിനെ പലരും പലതായിട്ട് കാണുന്നു. അവർ കാണുന്നു എന്ന് കരുതിയിട്ട് വസ്തു അതായിട്ട് മാറുമോ? അയാൾ എന്നെ പാമ്പായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് പാമ്പായേക്കാം എന്ന് കയറ് വിചാരിക്കുമോ? ഇല്ല. വേറൊരാൾ എന്നെ ജലധാരയായിട്ടാണ് കാണുന്നത്, എന്നാൽ ഞാൻ ജലധാര ആയേക്കാം എന്ന് കയറ് വിചാരിക്കുമോ? അതുമില്ല. മറ്റാൾ എന്നെ വടിയായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ വടിയായേക്കാം എന്ന് കയറ് വിചാരിക്കുമോ? അതുമില്ല. അപ്പോൾ ഒരാൾക്ക് തോന്നി എന്ന് കരുതി വസ്തു മാറുമൊന്നുമില്ല. അപ്പൊ പ്രപഞ്ചമായിട്ട് കാണുന്നു എന്ന് കരുതിയിട്ട്, തോന്നി എന്ന് കരുതിയിട്ട് ബോധം പ്രപഞ്ചമായി മാറുക ഇല്ല, അതില്ല. ഇവിടെ ഉദാഹരണം കയറും പാമ്പുമാണ്. സ്വതവേ ശാസ്ത്രങ്ങളിൽ എപ്പോഴും, വേദാന്ത ശാസ്ത്രങ്ങളിലൊക്കെ എപ്പോഴും ഉദാഹരിക്കാറ് കയറും പാമ്പും എന്നാണെങ്കിൽ, ഇവിടെ ഗുരുദേവൻ ചെറിയൊരു മാറ്റം വരുത്തി. ഗുരുദേവൻ ഇവിടെ മലർമാല നാഗമാമോ, മലർമാല അതാണ്. ജലന് വിലേശയം എന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ഒരു ജളന്, ഒരു വിഡ്ഢിക്ക് അത് വിലേശയനാണെന്ന് തോന്നിയാലും, വിലേശയം എന്ന് പറഞ്ഞാൽ പാമ്പ്, വിലത്തിൽ ശയിക്കുന്നത് കൊണ്ട് വിലേശയം എന്ന് പേര്. വിലെന്ന് പറഞ്ഞാൽ മാളം, മാളത്തിൽ ശയിക്കുക, കിടക്കുക, അതുകൊണ്ട് പാമ്പിന് വിലേശയം എന്ന് പറയും. അപ്പം വിലേശയം എന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. നലമിയലും എന്ന് പറഞ്ഞാൽ മനോഹരമായ, ആ മനോഹരമായ പൂമാല പാമ്പാവാൻ പറ്റുമോ? നാഗമാവുമോ? ഒരു വിഡ്ഢിക്ക് പൂമാല കണ്ട് സർപ്പമായി തോന്നി എന്ന് കരുതി പൂമാല സർപ്പാവില്ല. അതുപോലെ ഒരു മഠയന് ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് തോന്നി എന്ന് കരുതി ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് തീരില്ല. ഉള്ളത് ബോധം മാത്രം, അതിന് മാറ്റമില്ല. അതാണ് നലമിയലും മലർമാല നാഗമാമോ. സ്വതവേ വേദാന്തത്തിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് കരുതി ഭ്രമിക്കുന്ന ആ സ്വഭാവത്തെ കാണിക്കാൻ അധികം പ്രയോഗിക്കാറ് കയറും പാമ്പും എന്ന ഉദാഹരണമാണ്. രജ്ജു സർപ്പന്യായം. അരണ്ട വെളിച്ചത്തിൽ കയറ് കണ്ട് പാമ്പെന്ന് തോന്നി. ഇവിടെ ഗുരുദേവൻ അതിന് ചെറിയൊരു മാറ്റം വരുത്തി. ആ കയറിൻ്റെ സ്ഥാനത്ത് പൂമാല അല്ലെങ്കിൽ മലർമാല എന്നാക്കി. നല്ലൊരു മലർമാല, ഒരു പുഷ്പമാല എന്നാക്കി. എന്തേ അത്? ചെറിയ മാറ്റം വരുത്തിയത് എന്തിന് എന്നാണെങ്കിൽ, ഈ ആത്മവിദ്യ, ഈ ആത്മരഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്നത് അതിരറ്റ ആനന്ദമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഗുരുദേവൻ ആ കയറിൻ്റെ സ്ഥാനത്ത് മലർമാല അല്ലെങ്കിൽ പൂമാല എന്ന് മാറ്റിയത്. സ്വതവേ ആ ഉദാഹരണം പറയുന്ന സമയത്ത് കയറും പാമ്പും ഉദാഹരണത്തിൽ സത്യത്തിൻ്റെ സ്ഥാനത്ത് കയറ് ആണ് പറയാറ്. നമുക്ക് പ്രത്യേകിച്ച് കയറ് കാണുമ്പം ഒരു പ്രിയമോ ആനന്ദമോ അനുഭവപ്പെടാറുണ്ടോ? ഇല്ല. കയറ് കാണുമ്പം പ്രിയം അല്ലെങ്കിൽ ആനന്ദം അനുഭവപ്പെടാറുണ്ടോ? ഇല്ല. എന്നാൽ ആ സ്ഥാനത്ത് പൂമാലയാണെങ്കിലോ,
പൂമാലയാണെങ്കിൽ അതിൻ്റെ ആ കാണാനുള്ള ഭംഗി, അതിൻ്റെ ആ അഴക്, അതുപോലെ അതിൽ നിന്ന് വരുന്ന ആ സുഗന്ധം, നല്ല സുഗന്ധം, അത് നമുക്ക് ആനന്ദം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ മലർമാല കണ്ട സമയത്ത്, അരണ്ട വെളിച്ചത്ത് കണ്ട സമയത്ത് നമുക്ക് പേടിയായി. അത് പാമ്പാണെന്ന് കരുതി നമ്മൾ പേടിച്ചു. പക്ഷേ ആത്മജ്ഞാനം അല്ലെങ്കിൽ ആ വെളിച്ചം വന്ന സമയത്തോ നോക്കിയപ്പോൾ മലർമാലയാണ്. നേരത്തെ പേടിച്ച വിഷയത്തോട് നമുക്കിപ്പം പ്രിയം തോന്നുകയാണ്. അത് മലർമാലയാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മളത് ആസ്വദിക്കാൻ തുടങ്ങി. കുറച്ചു മുന്നേ നമ്മൾ ഭയന്ന് ഓടുകയായിരുന്നു. ഇതുപോലെ ബോധം അല്ലെങ്കിൽ ഈ പ്രപഞ്ചമായി കാണുമ്പോൾ അതിൽ ദുഃഖം ഉണ്ടാവുന്നുണ്ട്, പേടി ഉണ്ടാവുന്നുണ്ട്, പലതും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പേടിച്ച് ഓടുകയാണ്. നേരെ മറിച്ച് ആത്മവിദ്യ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ, വസ്തു അറിഞ്ഞാൽ, അത് ആനന്ദമാണെന്ന് അറിഞ്ഞാൽ, അത് ബോധമാണെന്ന് അറിഞ്ഞാൽ പിന്നെ അത് മലർമാലയാണ്, അത് പുഷ്പമാലയാണ്, നമുക്കതിനോട് പ്രിയമാണ്. പലരും വേദാന്തത്തെ പേടിക്കുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം അപകടമാവുമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. തെറ്റാണ്. തിരിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഈ വേദാന്തം അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ആത്മരഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. പഴയതിനേക്കാൾ നല്ലോണം, പഴയതിനേക്കാൾ നല്ല പോലെ ഈ ജീവിതം ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ എടുത്തു കാണിക്കുന്നത്. ഈ തത്വങ്ങളൊക്കെ ഗ്രഹിച്ച് നമുക്കും ജീവിതം ആസ്വദിച്ച് ഈ തത്വത്തെ മുറുകെ പിടിച്ചും കൊണ്ട് മുന്നോട്ട് പോകാൻ ഗുരുദേവൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.